വയനാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. പി.വി. അബ്ദുൽ വഹാബ് എം.പി. നിലമ്പൂർ മോഡൽ യു.പി. സ്കൂളിലെത്തി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. 3 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ, കുറച്ച് കൂട്ടുക എന്നുള്ള വലിയ ടാസ്ക് ഒന്നുമല്ല. പിന്നെ പ്രിയങ്കാജി ആദ്യമായി ജീവിതത്തിൽ മത്സരിക്കുക എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും നിർബന്ധിക്കുന്ന സംഗതിയാണ്. അവർക്ക് സമയമായിട്ടില്ല, അതിന് ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത്. ഒരുങ്ങി വന്നു, കാണാമല്ലോ നമുക്ക് അവരുടെ വർക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. വെറുതെ വരാൻ വേണ്ടി വന്നതല്ല, വളരെ ആലോചിച്ച് തീരുമാനിച്ച് പ്ലാൻസൊക്കെ ശരിയാക്കി വന്നതാണെന്ന്. മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ഭാര്യ മറിയുമ്മ, മകനും KPCC ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൗക്കത്തും നിലമ്പൂർ വീട്ടിക്കുത്ത് LP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഒരു പോളിംഗ് ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, എന്തായാലും ഒരു 5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭൂരിപക്ഷത്തെ ബാധിക്കും. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു 5 ലക്ഷം ഭൂരിപക്ഷമാണ്. കാരണം അത്രമാത്രം മുൻപെങ്ങുമില്ലാത്ത രൂപത്തിൽ പ്രചരണ കാലഘട്ടത്തിലൊക്കെ അത് കുടുംബയോഗങ്ങളാവട്ടെ, സ്ക്വാഡുകളാവട്ടെ, പബ്ലിക് മീറ്റിംഗ് ആവട്ടെ, പ്രിയങ്കാ ഗാന്ധിക്ക് നൽകിയ സ്വീകരണമാവട്ടെ, ഇതിലൊക്കെ തന്നെ മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഒരു ജനങ്ങളുടെ ഒരു വലിയ സാന്നിധ്യം, പ്രത്യേകിച്ചും സ്ത്രീകളുടെ. നിലമ്പൂർ മണ്ഡലത്തിലെ 209 പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ നീണ്ട നിര മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആവേശം പകരുന്നതാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ 2,26,541 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1,10,826 പുരുഷ വോട്ടർമാരും 1,15,705 സ്ത്രീ വോട്ടർമാരും മറ്റുള്ളവർ 6 പേരുമാണ്. മുണ്ടേരി വനത്തിലെ വാണിയമ്പുഴയിലും വഴിക്കടവ് വനത്തിലെ പുഞ്ചക്കൊല്ലിയിലും കരുളായി നെടുങ്കായത്തെ അമ്യൂണിറ്റി സെന്ററിലും ആദിവാസി വോട്ടർമാർക്കായി പ്രത്യേക ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വാണിയമ്പുഴയിൽ 258 വോട്ടർമാരും പുഞ്ചക്കൊല്ലിയിൽ 231 വോട്ടർമാരും നെടുങ്കായത്ത് 462 വോട്ടർമാരുമുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിലെ 17 പ്രശ്നബാധിത ബൂത്തുകളിലും വലിയ സുരക്ഷാ സംവിധാനത്തിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായിരുന്ന രാഹുൽ ഗാന്ധി 99,325 വോട്ടുകൾ നേടിയിരുന്നു. LDF സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ 42,962 വോട്ടുകളും NDA സ്ഥാനാർത്ഥിയായിരുന്ന K. സുരേന്ദ്രൻ 17,520 വോട്ടുകളും നേടിയിരുന്നു. ഇക്കുറിയും 3 മുന്നണികളും ശക്തമായ പ്രചരണമാണ് നടത്തിയത്. വോട്ടിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്കയും മുന്നണികൾക്കുണ്ട്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്ന തിരക്കിലാണ്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.